എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ശമ്പള കമ്മീഷൻ ആനുകൂല്യ പ്രകാരം പഴയ പെൻഷൻകാർ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താവുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ പെൻഷൻ ചട്ടങ്ങളിലും ഭേദഗതി കേന്ദ്ര സർക്കാർ വരുത്തിയിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. കേന്ദ്ര ശമ്പള കമ്മീഷൻ ശുപാർശ പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ഇനി മുതൽ നേരത്തെ വിരമിച്ച പഴയ പെൻഷൻകാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയ ശേഷം വിരമിക്കുന്നവർക്ക് മാത്രമേ പുതിയ പരിഷ്കരണത്തിന്റെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. ശമ്പള കമ്മീഷൻ ശുപാർശകൾ എന്നു മുതലാണ് നടപ്പിലാക്കണമെന്ന് തീരുമാനിക്കുന്നതിനുള്ള വിവേചന അധികാരവും ഇനി സർക്കാരിനായിരിക്കും. കേന്ദ്ര സിവിൽ സർവീസസ് ചട്ടങ്ങളുടെ പരിഷ്കരണവുമായി ബന്ധപ്പെടുത്തി കൊണ്ടുവന്ന ധനബില്ല് പ്രതിപക്ഷ എതിർപ്പിനിടെ പാസാക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ധനബില്ലിൽ ഉൾപ്പെടുത്താത്ത ഭേദഗതിയിലൂടെ ചട്ടങ്ങളിൽ മാറ്റം വരുത്തുന്നതിനെ എതിർത്ത് പ്രതിപക്ഷ സഭ ബഹിഷ്കരിക്കുകയുമുണ്ടായി. രാജ്യസഭ കൂടി പാസാക്കുന്നതോടുകൂടി ചട്ടങ്ങളിൽ മാറ്റം വരുന്നതാണ്. നിലവിൽ കമ്മീഷൻ ശുപാർശയുടെ അടിസ്ഥാനത്തിലുള്ള പെൻഷൻ പരിഷ്കരണത്തിന്റെ തത്വങ്ങളും രീതികളും സർക്കാർ നിശ്ചയിക്കുന്ന ദിവസം മുതൽ നടപ്പിലാക്കുന്നതാണ്. പെൻഷൻകാരെ നിശ്ചയിക്കാനും തരംതിരിക്കുവാനുമുള്ള അധികാരം സർക്കാരിനായിരിക്കും ഉണ്ടായിരിക്കുന്നത്. വിരമിച്ച തീയതിയായിരിക്കും പെൻഷൻകാരെ തരംതിരിക്കലിന് അടിസ്ഥാനമാക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം പിൻവാതിലിലൂടെ നിയമനിർമ്മാണത്തിലൂടെ ഇല്ലാതാക്കുന്നത് പ്രതീക്ഷിതാർഹമാണെന്നും ഇതിനോടകം തന്നെ എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ട്. പെൻഷൻകാരെ തരംതിരിക്കുവാനുള്ള ഭേദഗതിക്ക് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും ഇതിനോടകം തന്നെ ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. ശമ്പള കമ്മീഷൻ ശുപാർശയുടെ ആനുകൂല്യങ്ങൾ പെൻഷൻകാർക്ക് നൽകുമ്പോൾ മുൻകാല പ്രാബല്യം വേണമോ എന്നത് നേരത്തെ സംവാദ വിഷയമാക്കിയതാണെന്നും കേന്ദ്ര സർക്കാർ ഇതോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതിക്കും ഇതിൽ വ്യത്യസ്ത നിലപാടുള്ളതിനാൽ വ്യാഖ്യാനം ആവശ്യമാണെന്നും നിലവിലിപ്പോൾ സർക്കാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ചട്ടങ്ങൾ പ്രകാരം നിലവിലെ പുതിയ ശമ്പള പരിഷ്കരണ പ്രകാരം പഴയ പെൻഷൻകാർ പുറത്താകുന്നതാണ്. ഏതായാലും ഉടൻ തന്നെ പുതുക്കിയ ചട്ടങ്ങൾ പ്രകാരമുള്ള ഭേദഗതി രാജ്യസഭ കൂടി അംഗീകരിക്കുന്നതോടെ നിലവിൽ വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തെത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.